പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ചില റിസൾട്ട്സ് ഉള്ള ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. നമ്മൾ ഓൾറെഡി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് 3rd ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ട്സ് ഞാൻ ആദ്യം നമുക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ നോക്കിക്കൊള്ളുക. ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ്, അതിന്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√(1 - x²) അപ്പൊ നമ്മൾ ഇതേ ഫോമിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലോട്ട് വരണം ഈസ് ഈക്വൽ ടു 1/√(1 - x². അതുപോലെ തന്നെ ഡെറിവേറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -1/√(1 - x². അതിൽ വ്യത്യാസമുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സിന് 1/√(1 - x² ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിന്റെ -1/√(1 - x). മൈനസിന് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കാം, മനസ്സിലാകും. നമ്മൾ അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് 1/1 + x². റൂട്ട് ഇല്ല കേട്ടോ, ശ്രദ്ധിക്കുക. 1/1 + x². അതുപോലെ തന്നെ ഡെറിവേറ്റീവ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, -1/1 + x². അപ്പൊ 1/1 + x² ടാൻ ഇൻവേഴ്സിന്റെ ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/1 + x². അഞ്ചാമത്തെ റിസൾട്ട് നോക്കുക. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 1/x × √(x² - 1 ആയി. 1/x × √(x² - 1. അതേസമയം ഡെറിവേറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആകെ വ്യത്യാസമുള്ളത് മൈനസ് കൂടി വരുന്നു. അപ്പൊ -1/x × √(x² - 1 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ 6 റിസൾട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുകൊണ്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യും വളരെ ഈസി ആയിരിക്കും. കൂടാതെ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് റിസൾട്ട്സും കൂടി ഇവിടെ നമുക്ക് ആവശ്യമായിട്ട്, കാരണം നമുക്ക് തരുന്ന ഫംഗ്ഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും ആ റിസൾട്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങൾക്ക് അതും പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമായിട്ട് വരും. നമ്മൾ ആദ്യഘട്ടത്തിൽ ആവശ്യമില്ല, പിന്നെയുള്ള പ്രോബ്ലംസും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു 3 റിസൾട്ട്സ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതൊന്നും മനസ്സിൽ വെക്കുക. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബ്ലത്തോട്ട് വരാൻ സാധിക്കും. സ്റ്റഡി ടിപ്സ് എന്ന രീതിയിൽ തന്നെ എഴുതിക്കൊള്ളുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യേണ്ടത്, x = a sin θ അല്ലെങ്കിൽ a cos θ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇഫ് ദ ഫംഗ്ഷൻ ഇൻവോൾവ്സ്, ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം, √(a² - x². അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ √(a² - x² ഫോം ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന, പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വേണം x = a sin θ എന്നോ അല്ലെങ്കിൽ x = a cos θ എന്നോ സബ്സ്റ്റിറ്റ്യൂട്ട്. അത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ആശ്രയിച്ചിരിക്കും. a sin θ വേണോ a cos θ വേണോ. പക്ഷേ ഈ ഫോമിലായിരിക്കും √(a² - x² ആണെങ്കിൽ നമുക്ക് ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് x = a tan θ or a cot θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്പോഴാണ്, ഇഫ് ദ ഫംഗ്ഷൻ ഇൻവോൾവ്സ് √(a² + x² ഫോം ആണ്. a² x² ഫോം ആണെങ്കിൽ നമുക്ക് എന്ത് വരാം, x = a tan θ or x = a cot θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ തേർഡ് വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് x = a sec θ or a cosec θ if the function involves √(x² - a². പത്തിനനുസരിച്ച് വ്യത്യാസം മനസ്സിലായി, x² - a². അപ്പൊ ഇവിടെ നമ്മൾ x = a sin θ x = a cos θ ആണെങ്കിൽ ഫംഗ്ഷൻ വേണ്ട √(a² - x² ആണെങ്കിൽ ആ രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ ഫംഗ്ഷൻസ്. അതേസമയം ഇവിടെ നോക്കിക്കേ, നേരെ തിരിച്ച് x² - a² ഫോമിലാണെങ്കിൽ നമുക്ക് x = a sec θ or a cosec θ ആണ്. ഇനി ടാൻ ഇൻവേർട്ട് ഫോമിലാണെങ്കിൽ വേറെ ഒന്നും നോക്കാൻ √(a² + x² നമ്മൾ എടുക്കണം. അപ്പൊ ആ രീതിയിൽ വരികയാണെങ്കിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ 6 റിസൾട്ട്സ്, ഈ സ്റ്റഡി ടിപ്സ് എന്ന 3 മനസ്സിലാദ്യം നമ്മൾ പഠിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലോട്ട് കടക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ റിസൾട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. എങ്ങനെ ഓർത്തിരിക്കേണ്ടി എന്ന് കൃത്യമായിട്ടുണ്ട്. ഈ ആദ്യ 2 റിസൾട്ട് ഒരുമിച്ച് പഠിക്കുക.
ഇത് രണ്ടെണ്ണം ഒരുമിച്ച്, ഇത് രണ്ടെണ്ണം ഒരുമിച്ച്. അതുപോലെ തന്നെ ഈ റിസൾട്ട്സ് കണക്ട് ചെയ്ത് പഠിക്കണം. എന്തും അങ്ങനെ നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, എന്ത് പഠിക്കണം നമ്മുടെ മനസ്സിലോട്ട് ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഹിസ്റ്ററി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മലയാളം ആയാലും ഏത് സബ്ജക്ട്സും നമ്മൾ പഠിച്ച നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മയിലോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ച് നമ്മുടേതായ ഒരു നോട്ട്സ് നമ്മൾ തയ്യാറാക്കണം. എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതെല്ലാം പറഞ്ഞ ടീച്ചേഴ്സെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് പക്ഷെ ഓരോ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ രീതിയിൽ ചെറിയ നോട്ട്സ് നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് വേണം അത് കൂടുതൽ പ്രാവശ്യം നമ്മൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ടൈമിൽ കുറഞ്ഞ സമയം കൊണ്ട് വേണേൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു വർഷത്തെ മുഴുവനും ഒരു സബ്ജക്റ്റ് മുഴുവൻ നമുക്ക് വേണേൽ പഠിച്ചു തീർക്കാൻ സാധിക്കും. അത് തയ്യാറെടുക്കണം നമ്മൾ തീർച്ചയായിട്ടും. ഒരു 2-3 പ്രാവശ്യം റിവിഷൻ നമ്മൾ നടത്തിയിരിക്കണം. എങ്കിലും നമുക്ക് നല്ല ധൈര്യത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി നിങ്ങളുടെ പഠനത്തിൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, ഇപ്പൊ എല്ലാവരും കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. പ്രിയ കുട്ടികളെ, നമുക്ക് ഈ റിസൾട്ട്സ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയാണ് റിസൾട്ട്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ പല റിസൾട്ട്സും നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. ഫൈൻഡ് dy by dx if y equal to sin inverse of 2x divided by 1 plus x square. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ആവശ്യം. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നത് ഡയറക്റ്റ് പെട്ടെന്ന് കയറി അങ്ങോട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. കാരണം നമുക്കറിയാം ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x square എന്ന് എഴുതാം. അത് വേണമെങ്കിൽ ആ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 2x / 1 + x കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാൽക്കുലേഷന് കൂടുതലായിട്ട് വരും, ബുദ്ധിമുട്ടുണ്ടാകും. അതിന് നല്ലത് നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ച റിസൾട്ട്സുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓരോ പ്രോബ്ലത്തിനും ഞാൻ ആവശ്യമായ റിസൾട്ട്സ് എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച കുട്ടികളെ, sin 2θ = 2 tan θ divided by 1 plus tan square θ. എന്താ പഠിച്ചത് നമ്മള്? sin 2θ = 2 tan θ divided by 1 plus tan square. ടാനിന്റെ ഫോമില് sin 2θ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ടാണ് നമ്മളിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തിനാ ആ റിസൾട്ട് നമ്മൾ എടുത്തത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഫംഗ്ഷൻ നമ്മൾ തന്നിരിക്കുന്നത് എന്തിന്റെ ഡെറിവേറ്റീവ്? സൈൻ ഇൻവേഴ്സ് ഓഫ് 2x / 1 plus x square. അപ്പൊ നമ്മൾ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ എക്സിന് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഏത് ഫോമിലായിരിക്കുമെന്ന് നമ്മൾ തന്നിരിക്കുന്ന നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എല്ലാ റിസൾട്ട്സും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എങ്കിലും നമുക്ക് കൃത്യമായിട്ട് അവസരത്തിനനുസരിച്ച് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഈ ഇപ്പോഴത്തെ ലൈഫിൽ കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ കാണുന്നത്, അവർ പലതും ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പോൾ നമ്മൾ എടുത്തങ്ങനെ എഴുതും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ അതൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കും. പക്ഷേ അത് ആ റിസൾട്ട്സും പല കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറിയിലില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോബ്ലം എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും തെറ്റുകൾ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റിസൾട്ട്സ്, ആവശ്യമായ റിസൾട്ട്സുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ കാണുമ്പോൾ y = sin inverse of 2x divided by 1 plus x കൊണ്ട് കാണുമ്പോൾ ഈ നമ്മൾ പഠിച്ച റിസൾട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ sin 2θ = 2 tan θ divided by 1 plus tan square θ എന്ന് പറഞ്ഞു. അത് അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം സൈൻ ഇൻവേഴ്സ് സൈന്റെ ഫോം തന്നെ നമ്മൾ കൊണ്ടുവരാം. ഇപ്പൊ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. സൈൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ ഇവിടെ എഴുതി വെച്ച് നോക്കി, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് x ആണ്. If x belongs to -π/2 π/2. അപ്പൊ നമുക്ക് അത് അറിയണം കേട്ടോ. അപ്പൊ
ഇങ്ങനെ വരികയാണെങ്കിൽ സൈൻ വേഴ്സസ് സൈൻ എക്സ് എക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ കിട്ടേണ്ടത് ഇത് നമുക്കൊരു സൈനിന്റെ ഫോമിലാക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സൈൻ 2 തീറ്റ = tan θ / 1 + tan സ്ക്വയർ. ഇവിടെ അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കണം ഇവിടെ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ റിസൾട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പറയാൻ പറ്റും. ഇപ്പൊ 2x / 1 + x² ഫോമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് സൈനിന്റെ ഫോമിൽ നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ സൈനിന്റെ ഫോമിൽ നമ്മൾ പഠിച്ച റിസൾട്ട് എന്താണ്? അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് വരണം sin 2 θ = 2 tan θ / 1 + tan സ്ക്വയർ θ എന്നുള്ളത് നമ്മുടെ മനസ്സിലോട്ട് വരണം. അങ്ങനെ അപ്പൊ എന്ത് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. എന്ത് കൊടുക്കണം? ഇവിടെ നിന്ന് കമ്പയർ നോക്കി എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? tan θ. അപ്പൊ നമുക്ക് എന്ത് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം നമ്മുടെ മനസ്സ് പറയും എന്താ ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ മനസ്സ് അത് പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അതേസമയം ഈ റിസൾട്ട് അത് അറിയില്ല എങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ വരും. എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ബൈഹാർട്ട് വെറുതെ പഠിക്കുകയല്ല, മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ നിങ്ങൾ തന്നെ പറയും എന്ത് വേണം? x = tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയും. അതാണ് ഞാൻ let x = tan θ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഞ്ച് പറയുന്നത് -π/2 θ θയുടെ വാല്യൂ -π/2 ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. എന്ത് പഠിക്കുമ്പോൾ ആ കണ്ടീഷൻസ് അവർ തരുന്നുണ്ട്. ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ θ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. θ tan ഇൻവേഴ്സ് ഓഫ് x എന്നതാണ്. x = tan θ ആണെങ്കിൽ θ എന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് x. അതും പഠിച്ചു. അതൊരു റിസൾട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ പല റിസൾട്ട്സ് ഇവിടെ പഠിച്ചു. ഒന്നെന്താണ്? സൈൻ വേഴ്സസ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു -π/2 π/2. അടുത്ത നമ്മൾ പഠിച്ച റിസൾട്ട് എന്താണ്? sin 2 θ = 2 tan θ / 1 + tan സ്ക്വയർ θ. പിന്നെ വേറെ റിസൾട്ടും കൂടി ഇപ്പൊ നമ്മൾ പഠിച്ചു. x = tan θ ആണെങ്കിൽ θ = tan ഇൻവേഴ്സ് x. അപ്പൊ ഈ 3 റിസൾട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ കാര്യങ്ങൾ ഏത് പ്രോബ്ലം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവും. എന്നിട്ട് വേണം അതിന് ഇറങ്ങി പുറപ്പെടാൻ. ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടും. അപ്പൊ നമുക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ധാരണ ഉണ്ടാവണം എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്. അങ്ങനെയുള്ള ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ ഒരു കഴിവും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിലുണ്ട് ഒരു അറിവ് നമുക്ക് നേടാനായിട്ട്. അപ്പൊ ഇവിടെ നോക്കി θ ഞാൻ പറഞ്ഞു tan ഇൻവേഴ്സ് x. പിന്നെ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് tan ഇൻവേഴ്സ് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തന്ന പ്രോബ്ലം ഞാൻ എടുത്ത് എഴുതരുത്, ശ്രദ്ധിക്കണേ. തന്നിരിക്കുന്ന given y = sin inverse 2x / 1 + x². അതൊന്നും എടുത്ത് എഴുതുക. given y = sin inverse of 2x / 1 + x². എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓൾറെഡി x = tan θ കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ θ tan ഇൻവേഴ്സ് x ആണ് നമ്മൾ എഴുതി നിർത്തി. അപ്പൊ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തുകയാണ് കേട്ടോ. അപ്പൊ y = sin inverse of 2 x ന്റെ സ്ഥാനത്ത് tan θ കൊടുക്കും. കാരണം നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുകയാണ് x = 2 tan θ / 1 + tan സ്ക്വയർ θ. കണ്ടോ മക്കളെ? അപ്പൊ നമുക്ക് ഇത് ഈ 2x / 1 + x² സ്ഥാനത്ത് ഇപ്പൊ എന്ത് വന്നു? 2 tan θ / 1 + tan സ്ക്വയർ θ. അത്രയും നമ്മുടെ മനസ്സിലായി. ഇനി നമ്മുടെ മനസ്സിൽ എന്നാൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം. അത് നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചത് sin 2 θ എന്ന് പറയുന്നതാണ് 2 tan θ / 1 + tan സ്ക്വയർ θ. അപ്പൊ ഈ 2 tan θ / 1 + tan സ്ക്വയർ θ എന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin 2 θ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മൾ അത് എഴുതാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പില് that implies y = sin inverse of then ഇവിടെ നമ്മൾ sin 2 θ എന്ന് എഴുതാം. കാരണം sin 2 θ എന്താണ്? 2 tan θ / 1 + tan സ്ക്വയർ θ ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നു. then y = എന്ത് വരും? അവിടെയാണ് നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത്. sin വേഴ്സസ് sin x എന്ന് പറയുന്നത് x ആണ്. അങ്ങനെയാണെങ്കിൽ sin ഇൻവേഴ്സസ് sin 2 θ എന്തായിരിക്കും? ഇവിടെ x ന്റെ സ്ഥാനത്ത് 2 θ എന്ന്. അപ്പൊ sin വേഴ്സസ് sin 2 θ എന്ത് എഴുതാം? that is 2 θ. അല്ല
അപ്പൊ ഇത് എഴുതണേ നമുക്ക് ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് റിസൾട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എഴുതാം y is equal to 2 theta എന്ന് എഴുതാൻ പറ്റും. കാരണം സൈൻ ഇൻവേഴ്സ് സൈൻ 2 theta എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 theta. അത് എവിടെ നിന്ന് വന്നു? ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ എഴുതിയത്. അപ്പൊ ആ റിസൾട്ട് നമ്മുടെ മനസ്സിൽ വേണം. Then that is equal to 2 into theta. Theta എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? Theta is equal to tan inverse. അത് എവിടെ നിന്ന് കിട്ടി? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x is equal to tan theta എന്നാണ്. Then theta is equal to നമ്മൾ എഴുതി tan inverse x. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 2 theta എന്ന് 2 into tan inverse x എഴുതാം. 2 into tan inverse. നോക്കിയിട്ട് അപ്പൊ നമുക്ക് y is equal to നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു y is sin inverse 2x divided by 1 plus x square തന്നിട്ടുള്ളത്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. നമുക്ക് അറിയാവുന്ന റിസൾട്ട്സ് ഉപയോഗിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. എങ്ങനെയായി തീർന്നു? y is equal to just 2 tan inverse x എന്ന രീതിയിൽ ചെറിയൊരു ഫോമിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. നമുക്ക് കണ്ട, അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് y നമ്മുടെ ആവശ്യപ്പെടുന്ന ഫൈൻഡ് dy dx ആണ്. ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x. ദെൻ ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് ടു x എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. കാരണം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് y is equal to 2 tan inverse x എന്ന് പറഞ്ഞു. ഇതിന്റെ ഡെറിവേറ്റീവ് 2 into കാരണം ഓക്കെ y is equal to 2 tan inverse x ആണെങ്കിൽ dy by dx എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് 2 into കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ നമ്മുടെ റിസൾട്ട് പഠിച്ചല്ലേ? നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് k into f of x ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? k into ഡെറിവേറ്റീവ് ഓഫ് f of x നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ 2 into the constant into derivative tan inverse x അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 into derivative tan inverse x. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. tan inverse ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. എന്താണ്? 1/1 plus x square. അപ്പൊ അത് നമുക്ക് അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഡെറിവേറ്റീവ് tan inverse x എന്താണ്? 1/1 plus x square. അപ്പൊ 2 into 1/1 plus x square എഴുതാം. കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 1/1 plus x square നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂമറേറ്ററിലായിട്ട് വരും 2 divided by 1 plus x square. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ദാറ്റ് ഈസ് dy by dx എന്ന് പറയുന്നത് എന്ത് വന്നു കുട്ടികളെ? 2 divided by 1 plus x square. That is the required derivative of the given function. Okay, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് കൃത്യമായിട്ട് എല്ലാവരും ഇത് എഴുതിയെടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് കടക്കാം. Find dy by dx if y equal to cos inverse of 1 minus x square divided by 1 plus x square. നേരത്തെ നമ്മൾ സൈൻ ഇൻവേഴ്സ് കേസ് എടുത്താൽ ഇത് കോസ് ഇൻവേഴ്സ് കേസ്. ശ്രദ്ധിക്കണേ, y is equal to cos inverse of 1 minus x square divided by 1 plus x. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് 0 less than x less than 1. നമുക്ക് ശ്രദ്ധിക്കേണ്ട. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് നമ്മൾ കാണേണ്ടത് ഞാൻ ഇവിടെ നിന്നോട് വീണ്ടും സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഒരു റിസൾട്ടാണ് ഇവിടെയും വേണ്ടി വരുന്നത്. ഏതാ റിസൾട്ട് എന്ന് നോക്കിക്കേ നിങ്ങൾ. നമ്മൾ പഠിച്ചു 1 minus tan square theta divided by 1 plus tan square theta എന്ന് പറയുന്നത് എന്താ പഠിച്ചത്? cos 2 theta അല്ലെങ്കിൽ cos 2 theta is equal to 1 minus tan square theta divided by 1 plus tan square. അത് റിസൾട്ട് പഠിച്ചു ഓർക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ സൈനിന്റെ കേസിൽ ടാനില് ഉള്ള റിസൾട്ടാണ് നമ്മളിപ്പോ ഈ ആദ്യത്തെ 1-2 പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരണം കോസ് ഇൻവേഴ്സ് ഇത് വരേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള കോസിന്റെ ഒരു ഫോമിൽ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ കോസിന്റെ ഫോമിൽ കൊണ്ടുവരാൻ കോസുമായിട്ട് കണക്ട് ചെയ്ത് റിസൾട്ട് ആണെന്നോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും നമ്മൾ പഠിച്ച 1 minus tan square theta divided by 1 plus tan square theta is equal to cos 2 theta നമ്മൾ പഠിച്ചു വെച്ചു. അത് നമ്മുടെ മനസ്സിലോട്ട് അത് ആദ്യം എഴുതിയാൽ കേട്ടോ. We have already studied 1 minus tan square theta divided by 1 plus tan square theta is equal to cos 2 theta. Then in a substitution അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ, ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ ഈ റിസൾട്ട് ഇതായിട്ട്. എക്സിന് എന്ത് കൊടുക്കണം?
ടാൻ തീറ്റ എന്ന് കൊടുക്കാം. നേരത്തെ കേസിൽ അതുപോലെ ചെയ്തത് അല്ലേ? സൈനിന്റെ ഫോമിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ ടാന്റെ ഫോമിലെ റിസൾട്ട് എഴുതിയത് എക്സ് ഇസിക്കൽ ടു ടാൻ തീറ്റ. ഇവിടെ അത് തന്നെ നമ്മൾ എക്സ് ഇസിക്കൽ ടു ടാൻ തീറ്റ. അപ്പൊ എക്സ് ഇസിക്കൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ then തീറ്റ ഇസിക്കൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓൾറെഡി കഴിഞ്ഞ പ്രവൃത്തി പറഞ്ഞ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വേറെ റിസൾട്ട് നിങ്ങളുടെ മനസ്സിലായിരിക്കണം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇക്വൽ ടു എക്സ് ആണ്. ശ്രദ്ധിക്കണേ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇഫ് എക്സ് ബിലോങ്സ് ടു then 0 pi. Then ഇനി നമുക്ക് ഈ പ്രോബ്ലത്തോട് വരാം. Given y is equal to cos inverse of 1 minus x square divided by 1 plus x square. അത് എടുത്തെഴുതണം. തന്നിരിക്കുന്നത് എടുത്തെഴുതണം. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു x. That implies y equal to cos inverse of x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? tan theta. അപ്പോ 1 minus tan square theta. x ആണ് tan theta. അപ്പൊ x square എന്തായിരിക്കും? tan square theta divided by 1 plus tan square theta. കണ്ടോ? അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്നത് നമുക്ക് ഇതേ രീതിയിൽ ടാന്റെ ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പൊ നോക്കി 1 minus tan square theta divided by 1 plus tan square theta പഠിച്ച റിസൾട്ട് മനസ്സിലോട്ട് കൊണ്ടുവരിക. That is equal to cos 2 theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സ്ഥാനത്ത് 1 minus tan square theta divided by 1 plus tan square theta എന്ത് എഴുതാൻ പറ്റും? Just cos 2 theta എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായിട്ട് എഴുതുന്നു? That implies y is equal to cos inverse of cos 2 theta. That is equal to എന്ത് വരും? 2 theta. അതാണ് ഇവിടെ അപ്ലൈ ചെയ്ത റിസൾട്ട്. കണ്ട, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 theta എന്ന് പറയുന്നത് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2 theta ആണ്. That is equal to 2 theta ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് പക്ഷേ തീറ്റ ഇസിക്കൽ ടു നമ്മൾ ചെയ്തോ എക്സ് ഇസിക്കൽ ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവിടെ നമ്മൾ തീറ്റ ഇസിക്കൽ എന്ത് എഴുതി? ടാൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ എഴുതി. അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് y is equal to 2 തീറ്റയുടെ സ്ഥാനത്ത് 2 into തീറ്റയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയും. ക്ലിയർ? That is dy by dx എന്ന് പറയുന്നത്. ഇനി ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഒരു സിമ്പിൾ ഫോമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമുക്ക് തന്നിരിക്കുന്ന നോക്കി y is equal to cos inverse of 1 minus x square divided by 1 plus x square. അത് ഡയറക്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ പഠിച്ച റിസൾട്ട്സ് ഉപയോഗിച്ച് നമ്മളത് സിംപ്ലിഫൈ ചെയ്തു. ഇത് നമ്മൾ റിയൽ ലൈഫിൽ മനസ്സിലാക്കേണ്ട കുട്ടികളെ ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മുടെ ഫേസ് ചെയ്യേണ്ടത്. അവിടെയൊന്നും നമ്മൾ പതറാൻ പാടില്ല. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? ആ പ്രോബ്ലം എല്ലാം വളരെ ചെറുതായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് തന്നെ ഇവിടെ ചെയ്യുന്നത്. കണ്ട, ഇങ്ങനെ തന്ന് നമുക്ക് y is equal to cos 1 minus x square divided by 1 plus x square തന്നു. നമ്മളവിടെ പതറാൻ പാടില്ല. നമ്മൾ പഠിച്ച റിസൾട്ട്സ് ഉപയോഗിച്ച് അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടി y is equal to 2 tan inverse x എന്ന് കിട്ടി. ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇത് നമ്മൾക്ക് അറിയാവുന്ന റിസൾട്ടാണ്. tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തതാണ്. ഡെറിവേറ്റീവ് tan inverse x എന്ന് പറയുന്നത് 1 by 1 plus x square. അപ്പൊ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് നോക്കി കിട്ടിയത് y is equal to tan inverse x ആണെങ്കിൽ then dy by dx എന്ന് പറയുന്നത് that is 2 into constant into derivative of tan inverse x. tan inverse ഡെറിവേറ്റീവ് എന്താണ്? 1 by 1 plus x square. അപ്പൊ അടിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is equal to 2 divided by 1 plus x square. That is the required derivative of the given function y is equal to cos inverse of 1 minus x square divided by 1 plus x square. എന്ത് കിട്ടിയ നമുക്ക് ഡെറിവേറ്റീവ്? That just 2 divided by 1 plus x square. ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവരും റിസൾട്ട്സ് നന്നായിട്ട് പഠിക്കണം. അത് കണക്ട് ചെയ്ത് എങ്ങനെ എഴുതണം നമ്മൾ പഠിക്കണം. എല്ലാം കൃത്യമായിട്ട് എല്ലാവരും എഴുതിയെടുത്തേ നന്നായിട്ട് അങ്ങനെ മനസ്സിലാക്കി എഴുതണം. അതിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനോട് ബന്ധപ്പെട്ട് വളരെയധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച റിസൾട്ട്സ് എല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വരണം.
എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഏതായാലും ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിന്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിരുന്നാലും ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.